ദൈവത്തിനു മഹത്വം. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. നാം ദൈവിക രാജ്യത്തെക്കുറിച്ചും സാത്താന്റെ രാജ്യത്തെക്കുറിച്ചും ചിന്തിച്ചു വരുന്നല്ലോ. ഇവിടെ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിന്റെ രാജ്യത്തിൽ സത്യവും നീതിയും അടങ്ങിയിരിക്കുമ്പോൾ സാത്താന്റെ രാജ്യത്തിൽ വെറും വഞ്ചന മാത്രമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങളില് അവിടെ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇവിടെ തന്നിൽ വിശ്വസിച്ച ആ യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞതായ കാര്യമാണ്. അവര് അങ്ങനെയെങ്കിൽ അവർ സത്യത്തിൽ നിലനിൽക്കും, അല്ലെങ്കിൽ അവർ സത്യം അറിയും തുടങ്ങിയ അല്ലെങ്കിൽ അറിയേണ്ടതായ കാര്യങ്ങളെ കുറിച്ച് കർത്താവ് അവരോട് സംസാരിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. വചനത്തിൽ നിലനിൽക്കണം എന്നുള്ളതാണ് അവിടെ പ്രത്യേകിച്ച് പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. എങ്കിൽ രക്ഷ ഉറപ്പുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സത്യം അത് സ്വതന്ത്രമാക്കും. എവിടെ നിന്ന്? പാപത്തിൽ നിന്നും, നാശത്തിൽ നിന്നും, സാത്താന്റെ ആധിപത്യത്തിൽ നിന്നും. അതേപോലെ മനുഷ്യനെ ആ സ്വതന്ത്രമാക്കുന്ന ഒരേ ഒരു സത്യമേ ഉള്ളൂ. അതാണ് കർത്താവായ യേശു ക്രിസ്തു എന്നതാണ് തിരുവചനം നമ്മോട് വ്യക്തമായി പഠിപ്പിക്കുന്നത്. തിരുവെഴുത്തുകൾ അത് വിശിഷ്യ ക്രിസ്തുവിന്റെയും പുതിയ നിയമ അപ്പസ്തോലന്മാരുടെയും ഉപദേശങ്ങൾ ഒരു മനുഷ്യനെ പാപത്തിൽ നിന്നും അതേപോലെ രോഗത്തിൽ നിന്നും പിശാചിൽ നിന്നും സ്വതന്ത്രമാക്കുന്ന ആ സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്നതാണ് ഈ ദൈവവചനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ മറുഭാഗത്ത് സാത്താന്റെ രാജ്യത്തിൽ അവന്റെ രാജ്യം വഞ്ചന കൊണ്ട് മുൻപോട്ട് പോകുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ ഏതേനിൽ വഞ്ചിക്കേണ്ടതിനു വേണ്ടി സാത്താൻ തന്ത്രപരമായിട്ട് അടുത്ത് ചെല്ലുന്നതാണല്ലോ കാണുവാൻ കഴിയുന്നത്. ആ വഞ്ചനയുടെ അധിപതിയായ സാത്താൻ ഇന്നും പല രൂപത്തിലും ഭാവത്തിലും പലരെയും വഞ്ചിച്ച് അവന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം: അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും കൂടെ അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അധർമ്മ മൂർത്തിയുടെ ആ വഞ്ചനാപരമായ അനുഭവങ്ങൾ, അവൻ വഞ്ചിക്കുന്ന അനുഭവങ്ങൾ വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-44 വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്: നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യം ഇല്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല.
അഥവാ ഒരു കൂട്ടം യഹൂദജനം അല്ലെങ്കിൽ പരീശന്മാർ, ന്യായശാസ്ത്രിമാർ, അവരൊക്കെ യേശുവിനെ വിശ്വസിക്കാതെ വണ്ണം സത്യം പറഞ്ഞതുകൊണ്ട് ക്രൂശിലേറ്റുവാൻ ഒക്കെ ഇടയായത് നമുക്ക് വളരെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയുക. അപ്പോൾ ഇവിടെ ഈ രണ്ട് രാജ്യത്തിന്റെയും വ്യത്യസ്തമായ അനുഭവം തിരുവചനം വ്യക്തമാക്കുകയാണ്. ഒന്ന്, ദൈവത്തിന്റെ രാജ്യം, അത് സത്യത്തിനും നീതിക്കും വിശുദ്ധിക്കും വേണ്ടി നിലകൊള്ളുകയാണ്. അവിടെ അനേകവിധമാകുന്ന എതിർപ്പുകളും പ്രയാസങ്ങളും കഷ്ടതകളും പോരുകളും പീഡകളും എല്ലാം സഹിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. അരിമനാഥനെ പോലും ക്രൂശിലേറ്റിയതായ ഈ ലോകം തന്റെ ശിഷ്യഗണത്തിന് മറ്റൊന്നും നൽകുകയില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വേണം നാം ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ. എന്നാൽ സാത്താന്റെ രാജ്യം വഞ്ചനയുടേതാണ്. അവൻ അധികാരം കൊടുക്കും, പണം കൊടുക്കും, എല്ലാ മോഹങ്ങളും അവൻ സാധിപ്പിച്ചു കൊടുക്കും അവന്റെ പുറകെ പോകുന്നവർക്ക് വേണ്ടി. പക്ഷെങ്കിൽ അതവനെ ഒരാർക്കുവാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു ആട്ടുകൊറ്റനെ പോലെ അവസാനം അവനെ കൊണ്ട് നിത്യനരകത്തിൽ നശിപ്പിച്ചു കളയുമ്പോൾ സത്യത്തിനു വേണ്ടി നിലനിൽക്കുന്നതായ ദൈവകുഞ്ഞ് അവൻ കർത്താവിനോടൊപ്പം ക്രൂശിന്റെ കഷ്ടതയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ തന്നെ നിത്യസ്വർഗത്തിൽ നിത്യതയിൽ അവൻ എത്തിച്ചേരുവാനായിട്ട് കഴിയുന്നു എന്നതാണ് ആ പ്രത്യാശ. അതെ, നമുക്ക് സത്യത്തിൽ നിലനിൽക്കാം, ദൈവിക രാജ്യത്തിൽ അംഗങ്ങളായിത്തീരാം, ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കാം.